ജോണേ, കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു ഭർത്താവും ഭാര്യയും കാറിൽ സഞ്ചരിക്കുമ്പോൾ കാറ് മറിയുകയും ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു എന്ന് ഈ മാധ്യമങ്ങളിലൊക്കെ, ഓൺലൈൻ മാധ്യമങ്ങളിലും മെയിൻ സ്ട്രീം ചാനലുകളുടെ ഓൺലൈൻ പേജുകളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഭർത്താവ് ഭാര്യയെ കളഞ്ഞിട്ട് കടന്നു കളഞ്ഞു എന്ന് നമ്മളും വായിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഇരുന്നിട്ട്. വീഡിയോയിലല്ല, അല്ലാതെ നമ്മളത് അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അതിൻ്റെ അപ്ഡേറ്റഡ് ആയൊരു വാർത്ത വന്നിട്ടുണ്ട്. അവർ ഭാര്യ ഭർത്താക്കന്മാരല്ല, ഫേസ്ബുക്കിൽ കണ്ട് പരിചയപ്പെട്ട് അവർ ഒന്നിച്ച് താമസിക്കുകയായിരുന്നു. അപ്പം എൻ്റെ കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല, കാരണം ആ സ്ത്രീക്ക് ബോധം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരിൽ നിന്ന് വിവരങ്ങളൊന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അയാൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ വാർത്ത വന്നത്. ഇത് കേട്ടിട്ട് ജോണിന് എന്ത് തോന്നുന്നു? അതായത് കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയോ അതോ പാല് കറക്കാൻ പാത്രവുമായി പോകുന്നവരാണോ ഈ മാധ്യമ പ്രവർത്തകർ? ഇന്നലെ വന്ന വാർത്ത അങ്ങനെ ആയിരുന്നല്ലോ, ഭാര്യയും ഭർത്താവാണ്. നമ്മളും ആ വാർത്ത അപ്പോൾ കുറച്ചുകൂടെ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയതിന് ശേഷം നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളിരുന്നു. അത് എന്തായാലും ഒരു കണക്കിന് നന്നായി. കാരണം ആ വാർത്ത കണ്ടപ്പോഴേ അത് ഇൻകംപ്ലീറ്റ് ആണ് എന്ന ഒരു തോന്നൽ നമുക്ക് തോന്നിയതുകൊണ്ടാണ് പിന്നത്തേക്ക് മാറ്റി വെച്ചത്. ഇവര് നവീന എന്നാണ് ആ യുവതിയുടെ പേര്, സ്ത്രീയുടെ പേര്. പാമ്പനാർ സ്വദേശിയാണ് നവീന. ഇയാളുടെ പേര് സുരേഷിന് 41 വയസ്സുണ്ട്. ഇയാൾ ഇടുക്കി ഉപ്പുതറ ആലടി സ്വദേശിയാണ് സുരേഷ്. ഇവർ കാറിനകത്ത് വരുന്ന സമയത്ത് ഈ താഴേക്ക് വണ്ടി 20 അടി താഴ്ചയിലേക്കാണ് ഈ കാറ് മറിയുന്നത്. കാറ് മറിഞ്ഞിട്ട് ഇയാൾ രക്ഷപ്പെട്ടു പോയി. ഈ യുവതി അവിടെ തന്നെ കിടന്നു. പിറ്റേന്ന് ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ഇത് കാണുന്നത്. അബോധാവസ്ഥയിൽ ഒരു സ്ത്രീ കിടക്കുന്നു. അങ്ങനെയാണ് രക്ഷപ്പെടുത്തി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം. ഇപ്പോഴും അവരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അവർ അത്രയും സമയം അവിടെ കിടന്നു. അങ്ങനെ ഈ സുരേഷ് എന്ന് പറയുന്ന ആള് ഒരു സ്ഥിരം മദ്യപാനിയാണ്. മദ്യപിച്ചിട്ടുണ്ട്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ആളാണ്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട് 1.5 മാസമായി ഇവർ ഒരുമിച്ച് താമസിക്കുകയാണ്. ഈ സുരേഷിനെ അറസ്റ്റ് ചെയ്ത് പോലീസ് പോലീസ് വിവരങ്ങൾ ശേഖരിക്കാനായി കൊണ്ടുപോകുന്ന സമയത്താണ്. അതിനു മുമ്പ് ഭാര്യയും ഭർത്താവുമാണ്. ഈ വാർത്തയുടെ ഒരു കൗതുകം വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. കാരണം ഈ കാർ അപകടം ഉണ്ടാകുന്നു, അത്രയും താഴ്ചയിൽ മറിഞ്ഞ കാറിൽ നിന്ന് ഭർത്താവ് രക്ഷപ്പെട്ടു വന്നു. സാധാരണ ഒരു ഭർത്താവ് തള്ളിയിട്ടാണോ? അപ്പോൾ ഇവരെ വാർത്തകൾ വന്നത് ഇവരെ കൊല്ലാനുള്ള ശ്രമമായിരിക്കാം. അപ്പോൾ അയാൾ പറഞ്ഞത് ആത്മഹത്യ, ആദ്യം പറഞ്ഞത് സ്റ്റിയറിങ് പിടിച്ച് തിരിച്ചു, അങ്ങനെയാണ് കാർ താഴേക്ക് പോയത്. പിന്നീട് പറഞ്ഞു വീട്ടിൽ വെച്ച് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമം നടത്തി. അപ്പോൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു. ഇവർ തമ്മിൽ നിരന്തരം വഴക്കായിരുന്നു. കൊണ്ടുപോകുന്ന വഴിക്ക് 1.5 മാസമായി ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതല്ലേ. ഫേസ്ബുക്കിൽ പരിചയപ്പെടുമ്പോൾ ഈ മെസ്സഞ്ചറിലൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ. അതിന്റെ കുറ്റം ഫേസ്ബുക്കിനാണോ? അല്ല, ഞാൻ ഫേസ്ബുക്ക് എല്ലാരും പറയുന്നത് ഈ നമുക്ക് ഏത് മീഡിയ ആയാലും, ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസ്റ്റ ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇപ്പോൾ പുതിയ എന്താ ത്രെഡ്. അപ്പോൾ ഇങ്ങനെ പറയുന്ന എല്ലാം പബ്ലിക്കാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇപ്പം മറ്റേ എന്താണ് സ്നാപ്ചാറ്റ് അല്ലേ, സ്നാപ്ചാറ്റ് അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കാതെ വരുമ്പോഴാണ് അവിടെയൊക്കെ പ്രേമം മുട്ടോടും. ഈ അതിനകത്ത് നടക്കുന്ന ഒരു വലിയ ശതമാനവും പ്രണയ അഭ്യർത്ഥനകളുണ്ട്. ചിലരത് ചിലരത് സ്വീകരിക്കും, ചിലർ സ്വീകരിക്കില്ല. തീർച്ചയായിട്ടും അങ്ങനെയുള്ളവരും ഉണ്ട്. പക്ഷേ ഈ സ്ത്രീകൾ അതിനെയൊക്കെ വിശ്വസിച്ചിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങി വരികയാണല്ലോ, ഇയാളോടൊപ്പം ഇറങ്ങി വന്ന് താമസം തുടങ്ങുകയാണ്. ഇയാൾ ആ സമയത്ത് പറയുന്ന കഥകൾ ഏതൊക്കെ തരത്തിലാണെന്ന് നമുക്കറിയില്ല. അയാളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നതൊക്കെ വിശ്വസിച്ചിട്ട് ഇനി അവരെക്കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നും നമുക്കറിയില്ല. എന്തായാലും ഇവർ രണ്ടും ഒരുമിച്ച് താമസിച്ച് നിരന്തരം വഴക്കാണ്. 1.5 മാസമായി താമസിക്കുന്ന 2 പേര് ഈ ഫേസ്ബുക്കിലെ സ്വർഗം വിട്ടിട്ട് വീട്ടിലേക്ക് താമസം തുടങ്ങിയപ്പോൾ അതൊരു നരകമായിട്ട് ഇവർക്ക് തോന്നി തുടങ്ങി. ഇവർ വഴക്കാവുന്നു. ഇയാൾ സ്ഥിരം മദ്യപാനിയാണ്. അങ്ങനെയാണ് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു. വരുന്ന വഴിക്ക് ഇവർ സ്റ്റിയറിംഗ് പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുചെന്നപ്പോൾ ഇയാൾ പറയുന്നത് സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചു. പക്ഷേ പോലീസ് അങ്ങനെയാണ് വീഴ്ച ഉണ്ടായതെന്നാണ് ഇയാൾ പറയുന്നത്. പക്ഷേ പോലീസ് ആ മൊഴി വിശ്വസിച്ചിട്ടില്ല. കാരണം ഇവർക്ക് ബോധമില്ല, മദ്യപിച്ചിട്ടുണ്ട്, അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ബോധം തെളിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പറയാൻ പറ്റൂ. ഒരുപക്ഷെ ഇയാൾ അവരെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ഉണ്ടാകാം, സാധ്യതയാണ്. നമ്മളൊന്ന് അയാളെ അപായപ്പെടുത്തുകയാണ് എന്ന് നമ്മൾ പറയുന്നില്ല. അപ്പം എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ഇപ്പം ഇവരുടെ പേരൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇവരുടെ ബന്ധുക്കളെയൊക്കെ ഈ പോലീസ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടാവില്ലേ? ഇപ്പം ഇയാളിൽ നിന്ന് വിവരം കിട്ടി, അവർക്ക് ബോധം വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ബോധം വരുന്നവരെ വെയിറ്റ് ചെയ്യണോ, അതോ ഇനി അവരുടെ ബന്ധുക്കളെയൊക്കെ
ആക്സസ് ചെയ്യാൻ പറ്റില്ല. ബന്ധുക്കളെയൊക്കെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാവും. ബന്ധുക്കളെ കോൺടാക്ട് ചെയ്താലും ബന്ധുക്കൾ ഇങ്ങനെയുള്ള കേസിലൊക്കെ കൈ ഒഴിയുമല്ലോ. കാരണം വീട്ടുകാരെ ഉപേക്ഷിച്ചായിരിക്കും ഇയാളോടൊപ്പം ഇറങ്ങി വന്നത്. സോഷ്യൽ മീഡിയ പരിചയത്തിൻ്റെ പുറത്ത് ഈ പലപ്പോഴും പലരും കല്യാണമല്ല ഒരുമിച്ച് താമസിക്കാൻ നിർബന്ധിതരാകുന്ന ആളുകളുണ്ട്. ചാറ്റ് ചെയ്യാൻ മിടുക്കരാണെങ്കിൽ ചാറ്റ് ചെയ്യാൻ അറിയണം, അതൊരു കലയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ ചാറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കലയാണ്. അത് സ്വയം വീണു പോകാതെ വരുന്നതിനെ തഞ്ചത്തിൽ നിർത്തി പോകാൻ അറിയുന്നവർ മാത്രമേ ആ പണിക്ക് പോകാവൂ. അല്ലാതെ എല്ലാത്തിലും ആത്മാർത്ഥതയുണ്ടെന്നും ഈ വരുന്നവരെല്ലാം ജെന്യൂനായിട്ട് വരുന്നവരാണ് എന്ന ചിന്തയോടെ ഒരു സങ്കല്പ ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ഇതൊന്നും പറ്റിയ പണിയല്ല. പിന്നെ കരയേണ്ടി വരും. അതായത് ഇവര് പരസ്പരം രണ്ടുപേരും നേരിട്ട് കണ്ട് ഇടപെട്ട് ഉള്ള രീതിയല്ലല്ലോ. ഒരു മീഡിയ ഉണ്ട് അതിനകത്ത്. ആ മീഡിയ അക്ഷരങ്ങളായിട്ടോ വോയിസ് ആയിട്ടോ ഒക്കെ നമ്മൾ പോയി ആ സമയത്ത് അവരെന്താ ചെയ്യുന്നത്? ഇതിപ്പോൾ പ്രണയിച്ചിരിക്കുന്ന സമയത്തായാലും ആളുകൾ വളരെ സ്വീറ്റായിട്ടല്ലേ പെരുമാറുള്ളൂ. അല്ലാതെ പിന്നെ ചിലർ മാത്രമാണ് ഞാൻ എന്താണോ അതങ്ങനെ തന്നെ പ്രകടിപ്പിക്കും. ആ സമയത്ത് എന്താണോ ചില ദേഷ്യം വരുവാണെങ്കിൽ ദേഷ്യപ്പെടും. അപ്പോൾ അത് ചില ആളുകൾ അതിനെ അക്സെപ്റ്റ് ചെയ്യും, ചിലർക്ക് അത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും. വ്യക്തികളെ അനുസരിച്ച് മാറിയിരിക്കും. നമ്മൾ പറയുമ്പോൾ കല്യാണം, അറേഞ്ച്ഡ് മാരേജും പ്രേമവിവാഹവും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഇതേപോലെ ചർച്ച കാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. ഏതിലായാലും വ്യക്തികൾ ഓക്കെ ആണെങ്കിൽ അത് സ്മൂത്ത് ആയിട്ട് പോകും. അറേഞ്ച്ഡ് മാരേജ് നടത്തിയതിലെല്ലാം എത്രയോ തട്ടിപ്പ് കേസുകളിൽ. മാരേജിന് ശേഷം നിങ്ങൾ പ്രണയിച്ചു നോക്കൂ. ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യയും പ്രണയിക്കും. അപ്പോൾ അപ്പോഴാണ് അവിടെ. അതല്ലാതെ ജോണിന്റെ ചിരി കണ്ടിട്ട് ജോൺ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാര്യയെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണോ വിവാഹത്തിന് ശേഷം? അല്ല, ഭാര്യയെ സ്നേഹിക്കണോ, അത് വേണമല്ലോ. പ്രണയിക്കൂ ജോണെ. അല്ല, ഞാൻ അതൊക്കെ നമ്മുടെ അപ്പോൾ ഈ അറേഞ്ച് മാരേജിന് ശേഷം അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ രണ്ട് വ്യക്തികളാണ്, ആ വ്യക്തികളെ മനസ്സിലാക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഇത് ഞാൻ സമൂഹം അറിഞ്ഞു നടക്കുന്ന വിവാഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഇത് ഒരു സുപ്രഭാതത്തിൽ അവർ ഇയാളോടൊപ്പം ഇറങ്ങി വരാൻ തയ്യാറാകുന്നു, ഇയാൾ ക്ഷണിക്കുന്നു, ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ ഇവർക്ക് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടില്ല. ഭർത്താവുണ്ടോ മക്കളുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല. ഇയാളും വേറെ കല്യാണം വിവാഹിതനാണോ, ഇത്രയും വയസ്സാകുമ്പോൾ ഒരുപക്ഷെ വിവാഹിതനാകാനാണ് സാധ്യത. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും അവരോടൊപ്പം വന്നപ്പോൾ അവർക്ക് സംഭവിച്ച ഇത് മിക്കപ്പോഴും നമുക്ക് ഈ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട് ഇറങ്ങിപ്പോകുന്ന, ഇപ്പോൾ ഇൻസ്റ്റേ വഴി പരിചയപ്പെട്ട് ധാരാളം പെൺകുട്ടികൾ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഇൻസ്റ്റയിൽ പിന്നെ ഈ അധികം പ്രായമുള്ള ഈ ഒരു 30, 35, 40 ആളുകൾ അധികം ഇല്ലാത്തതുകൊണ്ട് ബാക്കിയെല്ലാം 16, 18, 17 ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെയാണ്. 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയൊക്കെ ഇൻസ്റ്റ വഴി പരിചയപ്പെട്ടിട്ട് ഇറങ്ങിപ്പോയി. പിന്നെ അവസാനം പോക്സോ കേസാണ്. പിന്നെ എന്തായാലും ഇറങ്ങിപ്പോയി, അവനെ അറസ്റ്റ് ചെയ്ത് വീട്ടുകാരറിയും, കേസായി കഴിഞ്ഞാൽ അത് അറസ്റ്റിലേക്ക് പോകും. പോക്സോ ആണ്. പിന്നെ വേറൊരു കാര്യം ചെയ്യും, ഇതിലിപ്പോൾ അവർ ഒരു ലിവിങ് റിലേഷൻഷിപ്പ് ആയിരുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. ഈ പുരോഗമനം എന്ന് പറയുമ്പോൾ ഈ ഡേറ്റിങ്ങും ലിവിങ് ടുഗദർ കല്യാണമൊക്കെ ഒരു മൂരാച്ചി ഏർപ്പാടാണ്. അത് സമൂഹത്തിന് വേണ്ടാത്തൊരു ഏർപ്പാടാണ്. അതുകൊണ്ട് അത് വേണ്ട. നമ്മളതുകൊണ്ട് ഈ ലിവിങ് റിലേഷൻഷിപ്പുകളെ പ്രോത്സാഹിപ്പിക്കുക, ഒന്നിച്ച് കഴിയുക, ഒത്തുപോകാൻ കഴിയില്ലെങ്കിൽ പിരിയുക, ഇങ്ങനത്തെ ഒരു സന്ദേശം ഇവിടെ പുരോഗമനവാദത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പറയുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്നവർക്കെല്ലാം ഫാമിലി ഉണ്ട് എന്നുള്ളത് വേറൊരു വശം. പക്ഷെ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളിത് ആ ഒരു ആംഗിളിൽ കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വീട്ടുകാരറിഞ്ഞ് ഒരു ബന്ധം ആയി അവരൊന്നിച്ച് ജീവിക്കുന്നു. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും വീട്ടുകാരോ ബന്ധുക്കളോ ഒന്നുമില്ലെങ്കിലും ഈ രണ്ടുപേരുടെയും ബന്ധുക്കൾ തമ്മിലെങ്കിലും ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവും. അപ്പം അത് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല. പക്ഷേ ഒരു ഇപ്പം ഇതിൽ കുറേ ഈ വാർത്തയിൽ തന്നെ ആരെപ്പറ്റിയും ആർക്കും ഒന്നും അറിയില്ല. ഒരു എന്താണ് ഇരുട്ടിൽ തപ്പുന്ന പോലത്തെ ഒരു ഇതാണുള്ളത്. ആർക്കും ആരെപ്പറ്റി ഒരു വിവരമില്ല. പക്ഷേ അങ്ങനെ അല്ല. ബന്ധുക്കൾ അറിഞ്ഞിട്ടുള്ളതാണെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ലേ, അത് മുന്നോട്ട് പോയില്ലെങ്കിൽ പോലും. ഇതിലിപ്പോൾ എന്തറിയാനാണ് ഇതിനകത്ത്? പിന്നെ ഈ മിക്കപ്പോഴും നമുക്ക് കുറേ വാർത്തകൾ നമ്മളിവിടെ നിന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതെല്ലാം സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ അല്ലാതെ തന്നെ ലിവിങ് ടുഗദർ ഒരുമിച്ച് താമസിക്കുന്ന ആളുകൾ, വീട്ടുകാർ ധിക്കരിച്ച് ഇറങ്ങി വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ മിക്കപ്പോഴും പോകുന്നത് തന്നെ ഇപ്പം ഭർത്താവുള്ള സ്ത്രീകൾ പോകുന്നു, ഇപ്പോഴത്തെ നിൽക്കുന്ന ആളും വിവാഹിതനാണ്, ഇവർ പിന്നെ ഒരുമിച്ച് താമസിക്കുകയാണ്. ഈ ഒരുമിച്ച് താമസിക്കുന്ന ഇത്തരം ഒരുമിച്ച് താമസക്കാരുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒന്നുകിൽ സ്ത്രീ കൊല്ലപ്പെടും, വളരെ ചുരുക്കം പുരുഷൻ, വളരെ ചുരുക്കമേ ഉള്ളൂ. പക്ഷെ സ്ത്രീ മിക്കപ്പോഴും ഈ വാർത്തകളില്ലെങ്കിലും സ്ത്രീയുടെ ജീവിതം പിന്നെ ഒരു അരക്ഷിതാവസ്ഥയിലാണ്. അത് നമുക്കിപ്പോൾ എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള എത്രയോ വിഷയങ്ങൾ പല ചാനലുകളിലൊക്കെ ഇരുന്ന്, മുമ്പ് ജോലി ചെയ്തിട്ടുള്ള ചാനലിലൊക്കെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയങ്ങളിലെല്ലാം ഇങ്ങനെ പോയി പരിചയപ്പെട്ട് ഒരു ദിവസം ഒരുമിച്ച് താമസം തുടങ്ങുന്നവർ 1.5-2 മാസം കഴിയുമ്പോൾ അവർ വഴക്കാവുന്നു,
പ്രശ്നമാകുന്നു. ഈ പുരുഷൻ അവരെ ഇല്ലാതാക്കുന്നു. കാരണം അയാൾ പിന്നീട് അടുത്ത ആളിനെ തേടി പോകാനുള്ള ശ്രമം നടക്കുമ്പോഴത്തേക്ക് ഇവർ ആത്മാർത്ഥതയൊക്കെ തോന്നിയിട്ടാണ് ഇയാളുടെ കൂടെ വരുന്നത്. അപ്പോൾ അന്ന് കാണിച്ച ആത്മാർത്ഥതയൊന്നും ജീവിച്ച് തുടങ്ങുമ്പോൾ ഇല്ല. അതല്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഒരു വാർത്ത വന്നു, ഒരു സ്ത്രീ അവരുടെ ഭർത്താവും അനിയത്തിയുമായി ബന്ധത്തിലായപ്പോൾ അവർ ജോലി ചെയ്ത് ഭർത്താവിനെ സഹോദരിയെ സംരക്ഷിക്കാൻ, അത് ഞാൻ വായിച്ചതാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളുടെ ഭർത്താവുമായിട്ട് വേണം ബന്ധം സ്ഥാപിക്കാൻ. അങ്ങനെയാണെങ്കിൽ ലൈഫ് സേഫ് ആവും. നടക്കുന്ന കാര്യമല്ല. തമാശക്ക് പറഞ്ഞു. അവര് അത്രയും അങ്ങ് ത്യാഗസമ്പന്നയൊക്കെ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. പിന്നെ മറ്റൊരു വീഡിയോ എനിക്കിപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത്, ഒരു സ്ത്രീയും പുരുഷനും ഓട്ടോറിക്ഷയിൽ പോയിട്ട് അവർ ലൈവ് വീഡിയോ ഇടുകയാണ്. ഇത് ചേച്ചിയുടെ ഭർത്താവാണ്, ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല, ഞങ്ങളെ ആരും അന്വേഷിച്ച് വരരുത്. അത് വൈറലായ വീഡിയോ. അപ്പൊ അയാൾ പറയുന്നത് എനിക്ക് ഇനി വേറെ 1-2 പേര് കൂടെ ഞങ്ങളുടെ കൂടെ വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ 2 ദിവസത്തിനുള്ളിൽ തന്നെ അതെല്ലാം പൊളിഞ്ഞില്ലായിരുന്നു. ആ ഒരു വാർത്ത ഓർക്കുന്നില്ലേ? സാഹചര്യത്തിൽ അതെനിക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതെ, ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം സംഭവിക്കും. കാരണം ഒന്ന് നിയമപരമായി എന്തുകൊണ്ട് വിവാഹം കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത നിയമത്തിന്റെ പരിരക്ഷ അവിടെ ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റേയാളുടെ സ്വത്തിന്റെ പകുതി ലഭിക്കുക എന്നുള്ളതല്ല. അതല്ല ഇപ്പം അതായത് നമ്മുടെ സ്റ്റേറ്റ് നമ്മളെ അറിഞ്ഞ്, അതായത് സ്റ്റേറ്റ് അറിഞ്ഞ് നമ്മൾ വിവാഹം കഴിക്കുകയാണ്. നിയമത്തിന്റെ പരിരക്ഷ, നിയമത്തിന്റെ മുമ്പിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെന്ന് പറയുന്ന ഇതിലേക്ക് വരികയാണ്. ഇവിടെ വരുമ്പോൾ അങ്ങനെ ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, 2 വ്യക്തികൾ തമ്മിലുള്ള ആ വാർത്ത വായിക്കുമ്പോൾ തന്നെ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ വാർത്തയിൽ ഭാര്യയെ ഭർത്താവ് ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞു, അയാൾ ഒരു വലിയ തെറ്റ് ചെയ്തു എന്ന ഒരു ഇത് അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് വായിക്കുമ്പോൾ അവര് ഭാര്യ ഭർത്താക്കന്മാരല്ല, 1 മാസം എവിടെയോ ഒന്നിച്ച് താമസിച്ചിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, അതുകൊണ്ടാണ് ഇന്നലെ നമ്മൾ അത് ചർച്ച ചെയ്യാതിരുന്നത്. ആ വാർത്ത വന്നപ്പോൾ തന്നെ അതിനകത്ത് എന്തോ ഒരു പ്രശ്നമുണ്ട്, പൊരുത്തക്കേടുണ്ടെന്ന് തോന്നിയോണ്ടാണ് നമ്മൾ ഓടി ചെന്നിട്ട് ഈ എന്താ പറയുന്നത്, കാള പറ്റൂന്ന് കേൾക്കുമ്പോൾ ഉടനെ കയറെടുത്താൽ അത് ശരിയാകില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഒരു വസ്തുത പുറത്ത് വന്നിരിക്കുന്നു. 1.5 മാസമായി ഒരുമിച്ച് താമസിക്കുന്ന, ഫേസ്ബുക്ക് വഴി സോഷ്യൽ മീഡിയയിലൂടെ ഹൃദയം കൈമാറിയ. ഇതിന്റെ കുറ്റം സോഷ്യൽ മീഡിയ കയ്യിൽ വെക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം സോഷ്യൽ മീഡിയ മറ്റു പലതിനും ഗുണകരമായി ഉപയോഗിക്കാവുന്ന സാധനമാണ്. അത് നമ്മുടെ ഒരു പിടിപ്പുകേടും അറിവില്ലായ്മയും എടുത്തുചാട്ടവും കൊണ്ട് വരുത്തുന്നതാണ് ഇതെല്ലാം, അല്ലേ? അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, നമുക്ക് ചുമ്മാതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ബോറടിക്കുമ്പോൾ ഈ ഫോൺ കയ്യിലുള്ളവർക്ക് പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പഴയ റീയൂണിയൻകാരുണ്ട്. റീയൂണിയൻകാരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ഇതുപോലെ ഒരുമിച്ച് കൂടുന്നു, വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. അപ്പോൾ പണ്ട് പറയാതെ പോയ പ്രണയമൊക്കെ മനസ്സിലുണ്ടാവും. പിന്നെ ഇനി അന്നേരം കാണുമ്പോൾ ചിലപ്പോൾ പ്രണയം തോന്നിയേക്കാം. അപ്പോൾ ജീവിതം ആകെ ബോറടിച്ച് ഇപ്പുറത്തും നിൽക്കുന്ന ആളിന് അപ്പുറത്തും നിൽക്കുന്ന ആളിന് ഈ ബോറടിയാണല്ലോ ജീവിതം എന്നൊക്കെ പറയുമ്പോൾ. ഒരു ഘട്ടം കഴിയുമ്പോൾ അങ്ങ് ബോറടിയാണ്. അപ്പോൾ ഈ ബോറടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർത്തമാനം പറഞ്ഞു തുടങ്ങും. അപ്പോൾ അന്ന് പറയാതെ പോയതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധത്തോടെ പറയുകയാണെങ്കിൽ ആ പറഞ്ഞ് പങ്കുവെച്ച്. പ്രണയത്തിൽ എവിടെ യാഥാർത്ഥ്യ ബോധം? പ്രണയത്തിൽ യാഥാർത്ഥ്യ ബോധമില്ലല്ലേ, എല്ലാം ഇങ്ങനെ ഫാന്റസിയും പ്രണയത്തിന് തലച്ചോറ് വേണം എന്ന് പറയുന്നുണ്ട്. അതെ, പ്രായോഗിക ബുദ്ധി വേണം, അത് ഉണ്ടാകണം. അതില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടമാണ്. ഇപ്പോൾ ഇവര് ഭാഗ്യം കൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ഇനി അവര് തരണം ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരാളെ ആരാണ് എന്താണെന്നൊന്നും അറിയാതെ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ട് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയാതെ എടുത്തു ചാടി ഒരിക്കലും പോകാൻ പാടില്ല. അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അത് എത്രയോ പ്രശ്നങ്ങൾ ദിവസവും. ഞാൻ പണ്ടൊരു വാർത്ത വായിച്ചത്, വാർത്തയല്ല, അത് നടന്ന സംഭവം. അതിൻ്റെ വാർത്ത വന്നത് ഇങ്ങനെയാണ്: ഇവരെ പീഡിപ്പിച്ചു, സുഹൃത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു. എങ്ങനെയാണ് സുഹൃത്ത് പീഡിപ്പിച്ചതെന്ന് വെച്ചാൽ, ഇവർ ഈ കല്ലുണ്ടല്ലോ, അന്ന് മിക്സി ഉണ്ടെങ്കിലോ വീട്ടിൽ അത് ഒരുപക്ഷെ മിക്സി ഇല്ലായിരിക്കും, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നില്ലായിരിക്കും. അവർ അരച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, കല്ലിൽ അരച്ചുകൊണ്ട് നിൽക്കുകയാണ് നൈറ്റിയൊക്കെ ഇട്ടിട്ട്. ആ സമയത്താണ് മറ്റേയാൾ വന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർ ഈ അരച്ചുകൊണ്ട് നിന്ന വേഷത്തോടു കൂടി തന്നെ ഇയാളുടെ കൂടെ ഇങ്ങ് പോയി. അരച്ചു വെച്ച് അരപ്പം ഇവിടെ ബാക്കിയിരിപ്പുണ്ട്, ഒന്നും പറയാതെ ഈ പുള്ളിയുടെ കൂടെ പോയി. സ്വാഭാവികമായിട്ടും അവർ അവിടെ ഇവിടെയൊക്കെ കറങ്ങി 2-3 ദിവസം കഴിയപ്പോഴാണ് ഇവർക്ക് ഓർമ്മ വന്നത്, എന്നെ പീഡിപ്പിച്ചു. അപ്പോൾ മൊഴി കൊടുക്കുമ്പോൾ ഉള്ള അവരുടെ സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ അവിടെ അരച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു, നൈറ്റ് ആയിരുന്നു എൻ്റെ വേഷം, ആ വേഷത്തോടു കൂടി ഇയാൾ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതിനകത്ത് ആരാ തെറ്റ് ചെയ്തത്? ബോധമില്ലാത്ത ആ സ്ത്രീയുടെ ഭാഗത്ത് തന്നെയാണ് സ്ത്രീ. നമ്മൾ പറയുമ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഇതെല്ലാം പറയുമ്പോൾ നമുക്കും പറയാം. പക്ഷേ എന്നാലും സ്ത്രീകൾ അവരുടെ സുരക്ഷയെക്കുറിച്ച് അവർ തന്നെ ബോധവതികളായിരിക്കണം എന്നുള്ളതാണ്. അതെ. അപ്പം നമ്മുടെ ലൈഫിനെ കുറിച്ചൊക്കെ ഒരു ചിന്ത പറയുമ്പോൾ മാലാ പാർവതി പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്തണ്ട. മാലാ പാർവതി പറഞ്ഞത് വേറൊരു രീതിയിലാണ്. അപ്പം അതുകൊണ്ട് സ്ത്രീകൾ എപ്പോഴും ഒന്ന് അലേർട്ടായിരിക്കുക എന്നുള്ളത് അവരവരുടെ സുരക്ഷയ്ക്ക് ആവശ്യമാണ്.
അലർട്ടായിരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത്തരം അപകടത്തെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. നമുക്ക് പരിചിതമല്ലാത്ത ആളുകളോട് അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആളുകൾ ഈ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പിന്നെ ഈ ചില സ്ത്രീകളുടെ FB കണ്ടിട്ടില്ല, അതിനകത്ത് മെസ്സഞ്ചർ എനിക്ക് മെസ്സേജ് അയക്കേണ്ട, മെസ്സഞ്ചർ പൂട്ടിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഇങ്ങനെ എഴുതിയിട്ടിരിക്കും. അപ്പോൾ ഈ മെസ്സഞ്ചറിലൊക്കെ പിന്നെ ചില സ്ത്രീകൾ മെനക്കെട്ടിരുന്ന് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യും, ഇങ്ങോട്ട് അയക്കും, പുരുഷന്മാർക്ക് അയക്കും. അപ്പോൾ അതൊക്കെ ഉണ്ട്, അതൊക്കെ സ്വാഭാവികമായിട്ട് അതിനകത്ത് സംഭവിക്കും. കാരണം എല്ലാ തരത്തിലും ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ഈ ഓൺലൈൻ നമ്മുടെ മീഡിയ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു സംഭവം ഓർമ്മ വന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു അനുഭവമാണ്. മുൻപെങ്ങാണ്ടോ ഒന്നിച്ച് ജോലി ചെയ്തു എന്ന് പറയുന്ന ആൾ മെസ്സഞ്ചറിൽ വന്ന് കുറേ കാലത്തിന് ശേഷം മെസ്സേജ് അയക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടി എന്താ വിചാരിക്കുന്നത്, പണ്ട് ഒന്നിച്ച് ജോലി ചെയ്തില്ല, അവർക്ക് നമ്മളെ ഒരു കൂടപ്പുറപ്പിനെ പോലെയല്ലേ കാണുള്ളൂ. ഈ ഒരു ചിന്തയാണ് പെണ്ണുങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകുന്നത്. പക്ഷേ ആണ് എന്ന ഒരു കാറ്റഗറി ആയിട്ട് അവരെ കാണുക. 90% എന്നല്ല, ഒരു 98% ആണുങ്ങൾ സ്ത്രീയെ സ്ത്രീയായിട്ട് മാത്രമാണ് കാണുന്നത്. ഒന്നിച്ച് ജോലി ചെയ്തവരെ സഹോദരിയായിട്ടോ കുടുംബത്തിലുള്ളവരായിട്ടോ ഒന്നും അങ്ങനെ കാണില്ല. അല്ല എന്നാലും പറഞ്ഞത് അതാ ഞാൻ 98 പറഞ്ഞത്. ജോണൊക്കെ ബാക്കി വരുന്ന 2% ഞാൻ അംഗീകരിച്ചു. അപ്പോൾ മെസ്സഞ്ചറിൽ സംസാരിച്ച് കഴിഞ്ഞിട്ട് അടുത്ത് കാണാൻ വിളിക്കുന്നു, സംസാരിക്കാൻ. അപ്പോൾ ഈ പെൺകുട്ടിയാണ് നമ്മുടെ സുഹൃത്തല്ലേ, ഒന്നിച്ച് വർക്ക് ചെയ്തതല്ലേ, അപ്പോൾ അയാൾ മോശമൊന്നും. അപ്പം ഞാൻ പറയുന്നില്ല, അത് അങ്ങനെ പോകണ്ട, മീറ്റ് ചെയ്യണ്ട. അപ്പം അടുത്ത് തന്നെയാണ്, വേറെ അപകടമുള്ള ഒരു സ്ഥലത്തേക്കൊന്നുമല്ല, ജസ്റ്റ് കാണാമെന്ന് ചായ കുടിക്കാനിരിക്കുന്നു. പക്ഷേ അയാൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒരു അത്ര ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോയി. അപ്പോൾ ആ കൊച്ചിന് വളരെ ഷോക്കായിപ്പോയി. അയ്യോ, ഞാനത് എൻ്റെ വല്ല സുഹൃത്തായിട്ട് ഞാൻ കരുതി, പക്ഷേ ഈ ഒരു രീതിയിൽ. അപ്പോൾ തന്നെ മെസ്സഞ്ചർ, നേരത്തെ ഞാൻ ഈ സംസാരം അത്ര കൊള്ളൂല്ല, ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്തില്ല. പക്ഷേ ഇത് അനുഭവത്തിൽ കിട്ടിയപ്പോൾ പക്ഷേ വേറെ ഒന്നും സംഭവിച്ചില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അവൾക്ക് ബോധ്യം വന്നു എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ഇതാണ്, നമുക്കൊരു വാക്കിൽ പോലും വേറൊരു ഇൻറ്റൻഷൻ ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ പെൺകുട്ടികൾ പ്രാപ്തരാകണം. എന്നിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യുക. ഇതിൽ ഈ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാത്തിലും ബ്ലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ബ്ലോക്ക് ചെയ്യാനുള്ളതാണ്. ബ്ലോക്ക് ചെയ്ത് ഉപേക്ഷിക്കുക. സൗഹൃദം ആഗ്രഹിക്കുന്നവർക്ക് നല്ല സുഹൃത്തുക്കളെ കിട്ടും, പക്ഷേ മോശം വാക്കുകൾ നമുക്കത് തിരിച്ചറിയുക, എവിടെ നമ്മൾ നിർത്തണം എന്നുള്ളത്. അത് മാത്രമാണ് ഈ പെൺകുട്ടികളോട് പറയാനുള്ളത്. അതെ, അങ്ങനെയൊക്കെ അവർ ഓർത്തിരുന്നാൽ നന്ന്. അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ ഈ കാറൊക്കെ കൊണ്ടുപോയി കളഞ്ഞിട്ട് അവരുടെ പാട്ടിന് പോകും, അടുത്ത ആളിനെ കിട്ടും. അത് ഓർത്തിരുന്നാൽ നന്ന്.